ഇനി എന്തിനാ വേറെ സൊല്യൂഷൻസ്? യെസ് എടാ മക്കളെ, 30+ മാർക്ക് ഷുവർ എന്ന് പറഞ്ഞ ഈ ഒരു തംബ്ലൈൻ കണ്ടോണ്ടായിരിക്കും എൻ്റെ മക്കളൊക്കെ ഇങ്ങോട്ട് ഓടി വന്നെന്ന് മിസ്സിന് അറിയാം. യെസ്, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുന്ന ആളുകൾക്ക്, അത് കണ്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുന്ന ഒരു കുട്ടിക്ക് നാളെ ഉറപ്പായിട്ടും നിങ്ങളുടെ ഹിന്ദി എക്സാമിന് നല്ല മാർക്ക്, എത്ര മാർക്ക്? യെസ്, 30+ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആദ്യം തന്നെ വീരവാദം മുഴക്കല്ല, അത് എന്താണ് എൻ്റെ ഒരു ഉറപ്പാണ്. ഓക്കെ, അപ്പൊ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു ഇനി എന്തെങ്കിലുമൊക്കെ വേണം, അല്ലെങ്കിൽ തീരെ പഠിച്ചിട്ടില്ല ഇനിയും എന്തെങ്കിലുമൊക്കെ വേണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുടെ ഇങ്ങോട്ട് കയറി പോരാ. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ച മക്കളെ നാളെ അടിപൊളിയായിട്ട് എക്സാം എഴുതാം. യെസ്, നമ്മള് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നാളെ വരാൻ ചാൻസ് ഉള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ മിസ് ദാ പ്രെഡിക്റ്റ് ചെയ്യാണ്. ദാ പിടിച്ചോ, ഒന്നാമത്തെ ചോദ്യം. ഓട്ടോ ഡ്രൈവർ രാജാറാം കെ ചരിത്ര പർ ടിപ്പണി ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് ഈ തവണ ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള, ഉറപ്പായിട്ടും വരുന്ന നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ച് ഏത് ചാപ്റ്ററിനാണ്? യെസ്, നമ്മുടെ ദില്ലി മേ മുനീന്ദേ. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ദാ പിടിച്ചോ ആൻസർ. ശ്രീമതി ഗഗൻ ഗിൽ की മഷൂർ കഹാനി. നമ്മൾ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് ആ ക്യാരക്ടർ ഏത് ചാപ്റ്ററിലാണോ ആ ചാപ്റ്ററിന്റെ പേരും ആ ചാപ്റ്റർ എഴുതിയ യെസ് റൈറ്ററിന്റെ പേരും നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പൊ നോക്കിക്കോ, ശ്രീമതി ഗഗൻ ഗില്ലിന്റെ മഷൂർ കഹാനി, ഫേമസ് കഹാനി ആയിട്ടുള്ള ദില്ലി മേം ഉനീന്ദ എന്ന് പറഞ്ഞ ഫേമസ് കഹാനിയിലെ മുഖ്യ പാത്ര പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ആരടാ? രാജാറാം. ഓക്കെ, ദെൻ രാജാറാം ദില്ലി മേം ഓട്ടോറിക്ഷ ചലാത്ത ഹേ. രാജാറാം എന്താ ചെയ്യുന്നത്? ഡൽഹിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. വോ ഏക് ഗരീബ് ആദ്മി ഹേ. അദ്ദേഹം എന്താണ്? വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. യു പി കാ അന്നാവ് വാല ഹേ. അദ്ദേഹത്തിന്റെ സ്ഥലമാണ് പറയുന്നത്. ദെൻ പെഹ്ലെ റിക്ഷ ചലാത്ത ഥാ. ആദ്യം എന്തായിരുന്നു? റിക്ഷയായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ദെൻ ഗാവ് മേ ഘർ താ. അദ്ദേഹത്തിന്റെ ഗ്രാമത്തില് വീടുണ്ടായിരുന്നു. പക്ഷേ ബാരിഷോ മേം ടഹ് ഗയ. പക്ഷെ മഴയത്ത് എന്തായി? അത് തകർന്നു. അപ്പൊ വഹ് ബേഘർ ഹേ. ഇപ്പോൾ അദ്ദേഹത്തിന് വീടില്ല. ഉസ്കാ സോനെ കെ ലിയേ. അദ്ദേഹത്തിന് ഉറങ്ങാൻ വേണ്ടി കോയി ഘർ ഭി നഹി ഹേ. വീടൊന്നുമില്ല അദ്ദേഹത്തിന്. രാത്രി ഒന്ന് കിടന്നുറങ്ങാൻ പോലും ഒരു വീടില്ല. വഹ് സാലോം സേ. ഒരുപാട് വർഷങ്ങളോളമായിട്ട് ഓട്ടോറിക്ഷയ്ക്ക് അന്തർ, ഓട്ടോറിക്ഷയുടെ ഉള്ളിലാണ് എന്ത്? സോത്താ ഹേ, ഉറങ്ങുന്നത്. പിന്നെയോ പൈസേ കെ ലിയേ. പൈസയ്ക്ക് വേണ്ടി ഉസേ കോയി ലാലച്ച് നഹി. പൈസയ്ക്ക് വേണ്ടി ആ ഒരു അത്യാഗ്രഹം ആർക്കില്ല? നമ്മുടെ രാജാറാമിനില്ല. ദോ വക്ത് കി റോട്ടി കെ ലിയേ. 2 നേരത്തെ റൊട്ടിക്ക് വേണ്ടിയിട്ട് കുച്ച് കമാന, എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം? സമ്പാദിക്കണം. ഉസേ ഹി വഹ് അപ്ന സൗഭാഗ്യ സമജ്താ ഹേ. അത് അദ്ദേഹത്തിന്റെ സൗഭാഗ്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ രാജാറാമിന്റെ ചരിത്രപര ടിപ്പണി ചോദിച്ചാൽ എഴുതേണ്ടത്. സെറ്റ് അല്ലേ? ഈ ചോദ്യം പഠിക്കാതെ പോയാൽ നാളെ നിങ്ങൾക്ക് A+ മിസ്സാവും. ഓക്കെ, യെസ്, ദെൻ ദാ പിടിച്ചോ അടുത്ത ചോദ്യം. നമ്മുടെ ദോഹ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ച് പോകണം. 6 ദോഹ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ ദോഹ എന്നതാ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരാം. നോക്കിക്കേ, നമുക്കിവിടെ 2 ദോഹ തന്നിട്ടുണ്ട് അല്ലേ? 2 ദോഹ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കോ. ऐसी बाणी बोलिए मन का आपा घोय, अपना तन शीतल करे और इनको सुग होय. देन അടുത്ത ദോഹ ഏതാണ്? സാധു ऐसा चाहिए जैसा सूप सुभाय, सार को गही रहाय തോത്ത ദേയി ഉഠായ്. 2 ദോഹ തന്നിട്ടുണ്ട്. ഇതുപോലെ ദോഹ നമുക്ക് തന്നിട്ട് എങ്ങനെയാണ് ചോദ്യം വരാ? ഈ ചോദ്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, ദോഹയിൽ നിന്നും ഈ രീതിയിലല്ലാതെ നിങ്ങൾക്ക് ചോദ്യം വരില്ല. നോക്കിക്കോ, എന്താ തന്നിരിക്കുന്നത്? താഴെ എന്താ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. പ്രസ്താവനകൾ വായിക്കാം. അപ്പനെ വാണി സേ തൻ മൻ കോ ശാന്ത് കിയാ ജാ സക്താ ഹേ. നമ്മളെ വാക്കുകൊണ്ട് നമ്മുടെ മനസ്സും ശരീരമൊക്കെ എന്താവും? കൂളാവും, ശാന്തമാക്കാൻ കഴിയും. ദൂസരോക്കോ സത്താന സജ്ജനോക്ക സ്വഭാവം ഹേ. മറ്റുള്ളവരെ വെറുപ്പിക്കുക, ചീത്ത പറയാ, ബുദ്ധിമുട്ടിക്കുക, അതൊക്കെ സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. അടുത്തത് അപ്പനി ബാത്തോം സേ ദൂസരോക്കോ സുഖ് പ്രദാൻ കർനാ ഹേ. നമ്മളെ വാക്കുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും? സന്തോഷിപ്പിക്കാൻ പറ്റും. ദെൻ ഔറോക്കോ സത്താനെ സേ മൻ മേ ശാന്തി ആത്തി ഹേ. മറ്റുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് ശാന്തി വരും. ഇതില് ഈ 4
പ്രസ്താവന നിങ്ങൾ വായിക്കാം. നമ്മളുടെ ദോഹയുമായിട്ട് അത് കണക്ട് ചെയ്യുക. ചോദ്യം ഇതാണ്, എന്താണ്? उपरोक्त दोहों के आधार पर सही प्रस्ताव क्या है? അതായത് താഴെ തന്നിട്ടുള്ള മുകളിൽ തന്നിട്ടുള്ള ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്നാണ് ചോദിക്കുന്നത്. ശരിയായിട്ടുള്ളത് ഏതാടാ? ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നോക്ക്, ഏതാണ് ശരിയായിട്ടുള്ളത്? നമ്മുടെ സംസാരം കൊണ്ട് നമ്മളുടെ ശരീരത്തെ നമുക്ക് സന്തോഷിപ്പിക്കാം, അതുപോലെ മറ്റുള്ളവർക്കും സുഖം കൊടുക്കാം. ഏതാണ്? ऐसे बाणी बोलिए मन का आपा गोय अपना तन शीतल करें और उनको सुख होय. ओके, देन അടുത്ത ചോദ്യം നോക്ക. सार्थक बातों का अपना कर बेकार की बातों को छोड़ना है. എന്താ പറഞ്ഞിരിക്കുന്നത്? സാർത്ഥക ബാത്തോं के अपना कर बेकार की बातों को छोड़ना. നല്ല കാര്യങ്ങൾ സ്വീകരിക്കുകയും ചീത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണം. ये आशय वाली पंक्ति चुनकर लिखे. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതുപോലെ നമുക്ക് ദോഹയുടെ ഒരു വരി തരും, എന്നിട്ട് ആ ദോഹ നമുക്ക് തന്നിട്ടുള്ള ദോഹയുടെ അതേ അർത്ഥം വരുന്ന ഒരു വരി നമുക്ക് പഠിക്കാനുള്ള ദോഹയിൽ നിന്നും കണ്ടെഴുത്തെഴുതാനുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നല്ലത് സ്വീകരിച്ച് ചീത്ത വെടിയുക, അല്ലെ? മുറത്തിന്റെ സ്വഭാവം പോലെ എന്ന് പറയുന്നു. സാധു ऐसा चाहिए जैसा सूप सुबाई. ഇതാണ് വരിക. എന്താ? സാർ കോ ഗഹിര ഹൈ തോത്താ ദേയി ഉഡായ്. അതുകൊണ്ട് ദോഹ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, നിങ്ങൾ പഠിക്കാതെ പോകരുത്. ദെൻ പിടിച്ചോ, അടുത്ത ചോദ്യം. നിങ്ങൾക്ക് നാളത്തെ ക്രിസ്മസ് എക്സാമിന് കവിതയുടെ ആശയം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും. പിടിച്ചോ, കവിതയുടെ ആശയം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. നോക്കിക്കേ, ഏക് ദിൻ കാ ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗദി की कविता है. ആരാണ് എഴുതിയിരിക്കുന്നത്? ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ് ആണ് എഴുതിയിരിക്കുന്നത്. इस कविता के द्वारा, ഈ കവിതയിലൂടെ കവി കവി ഘമണ്ഡ്, ഒരിക്കലും ഘമണ്ഡ് അഹങ്കരിക്കരുത്, ഘമണ്ഡ് ന കർനെ കാ സന്ദേശ് ദേത്തെ ഹേ, ഒരിക്കലും അഹങ്കരിക്കരുത് എന്ന സന്ദേശമാണ് തരുന്നത്. കവി ഛത് കി മുണ്ടേരെ പർ ഖടാ താ, കവി എന്താ ടെറസിന്റെ മുകളിൽ നിൽക്കാണ്. തബി ഏക് ദിൻ കാ, ആ സമയത്ത് ഒരു പുൽനാമ്പ് ഹവാ സേ ഉടുത്താ ഹുവാ, എന്താണ്? കാറ്റത്ത് പറന്ന് വന്നല്ലേ, കാറ്റത്ത് ഇങ്ങനെ പറന്ന് വന്നിട്ട് ഉൻകി ആങ്ക് മേം ആ പട, അദ്ദേഹത്തിന്റെ കണ്ണിൽ പതിച്ചു. വേ ബഹുത് പരേശാൻ ഹോ ഗയേ, അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ട് തോന്നി. ആങ്ക് ലാൽ ഹോ ഗയി ഓർ ദുഖ്നെ ലഗി, കണ്ണൊക്കെ റെഡ് കളറായി, അതുപോലെ ദുഖ്നെ ലഗി, വേദനിക്കാൻ തുടങ്ങി. പിന്നെന്താ പറയുന്നത്? ലോക കപ്പടേക്ക് മൂണ്ട് ബനാക്കർ ആങ്ക് സേ തിൻക നികാൽനെ കി കോശിഷ് കർനെ ലഖേ. അങ്ങനെ ആളുകൾ എന്താണ്? ഡ്രസ്സൊക്കെ ഇങ്ങനെ ചുരുട്ടിക്കൊണ്ട് എന്ത് ചെയ്തു? കണ്ണിൽ നിന്നും അത് പുറത്തെടുക്കാൻ ശ്രമിച്ചു. ഇസി ബീച്ച് ബേചാരി ഏണ്ട, ആ സമയത്ത് അഹങ്കാരം എന്ത് ചെയ്തടാ? പാവ് കഹി ഭാഗ് ഗയി, ഓടിപ്പോയില്ല. അതുവരെ അഹങ്കരിച്ചു നിന്ന മനുഷ്യന് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. തിൻക ആങ്ക് സേ നിക്കൽ ഗയാ, ആ കണ്ണിൽ നിന്നും എന്ത് ചെയ്തു? പുൽനാമ്പ് പുറത്തെടുത്തു. കുച്ച് റാഹത്ത് മിലി, കുറച്ച് ആശ്വാസം ലഭിച്ചു. കവി കെ ഹി വിവേക് നെ കവി കാ ഉപഹാസ് കിയാ ഓർ കഹാ, കവി നമ്മളോടൊക്കെ ചോദിക്കാ, മനസാക്ഷിയോട് ചോദിക്കാ, തൂ ഇത്നാ ഘമണ്ഡ് ക്യോं करता है, നീ എന്തിനാണ് ഇത്രത്തോളം അഹങ്കരിച്ചത്? ഉസ് ഘമണ്ഡ് കാ ക്യാ ഹുവാ ഏക് ചോटे से മാമൂലി തിൻകെ ने ഉസേ ബഖാ ദിയാ. എന്താ പറയുന്നത്? നീ എന്തിനാണ് അഹങ്കരിച്ചത്? എന്ത് കിട്ടി? ഒരു ചെറിയ പുൽനാമ്പ് കൊണ്ട് നിന്റെ അഹങ്കാരം കളയേണ്ടി വന്നു. വ്യക്തി को अपने किसी भी ताकत पर, വ്യക്തി അവന്റെ കിസി ബി താക്കത്ത് പർ, ഒരു കഴിവിലും എന്ത് ചെയ്യരുത്? ഘമണ്ഡ് നഹി കർണ ചാഹിയെ, അഹങ്കരിക്കരുത്. അഹംഭാവ് സേ മൻ കോ കബി ശാന്തി ന മിൽത്തി, അഹംഭാവം കൊണ്ട് നമ്മുടെ മനസ്സിന് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഒരു തരത്തിലുമുള്ള ശാന്തി ലഭിക്കില്ല. പിന്നെയോ കവിനെ മേം ശബ്ദ സേ കവിത കാ ആരംഭ കിയാ ഹേ, കവി എങ്ങനെയാണ് ഈ കവിത തുടങ്ങുന്നത്? മേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കിലൂടെ, ഞാൻ എന്ന വാക്കിലൂടെയാണ്. മേ യഹ് മേം ഉൻ സബി പർ ലാഗു ഹേ ജോ കവിത പഠിത്തേ ഹേ, ഈ മേം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കവിത വായിക്കുന്ന ഓരോരുത്തരോടാണ് പറയുന്നത്. ആ ഞാൻ നമ്മളൊക്കെ തന്നെയാണ്. കവിത കാ വിഷയ സദൈ പ്രാസംഗിക ഹേ, ഇങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം. സോ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം ഹിന്ദി, അല്ലെ? ക്രിസ്മസ് എക്സാമിന് എന്താണ്? ഹിന്ദി ക്രിസ്മസ് എക്സാമിന് നിങ്ങളുടെ ചാപ്റ്ററിൽ നിന്നും വരാൻ പോകുന്ന, അതായത് ഈ ചാപ്റ്ററിൽ നിന്നും വരാൻ പോകുന്ന ഒരേ ഒരു ചോദ്യം ഏതാണ്? ഈ ഒരു ആശയമാണ്. അപ്പൊ നിങ്ങൾ ഉറപ്പിച്ചോ, ഈ വർഷം നിങ്ങൾക്ക് വരുന്ന കവിതയുടെ ആശയം ഏത് ചാപ്റ്റർ ആണ്? അത് ഏക് ദിൻ കെ ആണ്. നിങ്ങൾക്ക് ഇത്തവണ വരാൻ പോകുന്ന
പോസ്റ്റർ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 100% ഉറപ്പാണ്. ഏതാണ് ആ ചാപ്റ്റർ? 15 फरवरी गलीलियो दिवस है, मान ले इस अवसर पर आपके स्कूल में विज्ञान प्रदर्शनी होने वाली है. നിങ്ങളുടെ സ്കൂളിൽ ഗലീലിയോ ദിവസത്തിന് അന്ന് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ഒരു ശാസ്ത്രമല്ല, ഒരു ശാസ്ത്ര എക്സിബിഷൻ നടക്കുന്നുണ്ട്. इसके प्रचार के लिए പോസ്റ്റർ തയ്യാർ करें. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പേനയും എടുക്കുക. ദെൻ എന്താണ് 15 ഫെബ്രുവരി, അതെന്താണ്? ഡേറ്റ് ആണ്, നോട്ട് ചെയ്യുക. ഗലീലിയോ ദിവസമാണ്. അടുത്തത് എന്താണ്? ആപ്കെ സ്കൂളുമേ, സ്കൂൾ എന്താണ്? പ്ലേസ് ആണ്. അടുത്തത് വിജ്ഞാൻ പ്രദർശനി അല്ലേ, ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലേ, ആ പ്രോഗ്രാമും സബ്ജക്റ്റും നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോസ്റ്ററിലേക്ക് നമ്മൾ എഴുതേണ്ടത്. ഇങ്ങനെ നോക്കിക്കോ, ആദ്യം പ്രോഗ്രാം. എന്താണ് പ്രോഗ്രാം? വിജ്ഞാൻ പ്രദർശനിയാണ്. എന്താണ്? വിജ്ഞാൻ പ്രദർശനിയാണ്. അത് നമ്മൾ എഴുതുന്നു. ആദ്യം നമ്മൾ പ്രോഗ്രാം എഴുതി. അടുത്തത് എന്താ? പ്രോഗ്രാമിൻ്റെ സബ്ജക്റ്റിൽ, അതായത് ആ പ്രോഗ്രാമിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ സങ്കോഷ്ഠിയാണെങ്കിൽ അതിൻ്റെ വിഷയം എന്താ എന്നൊക്കെ നമ്മൾ എഴുതൂലേ. അതുപോലെ ഈ ഒരു വിജ്ഞാൻ പ്രദർശനി എന്താണ്, എന്തിന് സ്പെഷ്യലാണ്? ഗലീലിയോ അല്ലേ. അപ്പോൾ അത് ആദ്യം എഴുതാം. അതിനുശേഷം ഇവിടെ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഡേറ്റ് തന്നെ എടുത്തെഴുതാം. അതിനുശേഷം എന്താണ്? ഒരു ടൈം കൊടുക്കുക. ടൈം വേറെ ഒന്നും മെൻഷൻ ചെയ്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. then അതിനുശേഷം എന്താണ്? സ്കൂൾ തന്നിട്ടുണ്ട്, അപ്പോൾ അത് തന്നെയാണ് എന്ത്? പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ സബ്കാ സ്വാഗതം. അപ്പോൾ സബ്ജക്റ്റ് എഴുതാം, സോറി പ്രോഗ്രാം ആദ്യം എഴുതുക. എന്താണ് കാര്യക്രമം, അത് കഴിഞ്ഞിട്ട് ആ കാര്യക്രമവുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് എഴുതുക. ദെൻ ഒരു ഡേറ്റ് കൊടുക്കുന്നു, സമയം കൊടുക്കുക, പ്ലേസ് കൊടുക്കുക, സബ്കാ സ്വാഗതം. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 4 മാർക്കാണ്. സോ ഈ ഒരു ചോദ്യം പഠിക്കാതെ പോകരുത്. ഓക്കെ, ദെൻ ദാ പിടിച്ചോ, അടുത്ത ചോദ്യം നോക്കടാ. എന്താ ചോദ്യം? യെസ്, സമാനാശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേം. ഒരേ അർത്ഥം വരുന്ന എന്ത് ചെയ്യണം? വരികൾ തിരഞ്ഞെടുത്തെഴുതണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കവിതാ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യം വരും. 2 കവിത നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഞാൻ അതിൻ്റെ അതായത് വരിയും തന്നിട്ടുണ്ട്, ആ വരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് വരികളും തന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് തരുന്ന വരിയിലെ ഏതെങ്കിലും ഒരു വേർഡും നമ്മൾ പഠിച്ച കവിതയിലെ ഏതെങ്കിലും ഒരു വേർഡും സെയിം ആയിരിക്കും. ചിലപ്പോൾ സമാനാർത്ഥി ശബ്ദം, ഒരേ മീനിങ് വരുന്ന വേർഡ്സ് ഒക്കെ ഉണ്ടാവും. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്തിട്ട് വേണം അത് കണ്ടുപിടിക്കാൻ. നോക്കിക്കോ, സചേത് ആം ജന്മേം സമാജ് കോ ബദൽനെ കി ശക്തി ഹേ. അല്ലേ, സാധാരണ ജനങ്ങൾക്ക് എന്താണ്? ഈ സമൂഹത്തിനെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. യെസ്, വഹ് ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകെ സാമ്രാജ്യ അവരവരുടെ യഥാർത്ഥ കഴിവ് തിരിച്ചറിയുന്ന സമയത്ത് എന്ത് ചെയ്യും? സാമ്രാജ്യം നശിക്കും അല്ലെ, ആളുകൾ തകരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പൈദൽ ചലത്താ ഹുവാ ആദ്മി എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിൽ നിന്നാണ്. അടുത്തത് നോക്കിക്കേ, कार में बैठने वाले पैदल चलने वालों को ऐसे देखते हैं कि वे इस समाज को सदस्य नहीं है. അതായത് കാറിൽ ഇരിക്കുന്ന ആളുകൾ എന്താ പറയുന്നത്? കാറിൽ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നത്? ഇവരെ എവിടുന്നോ വന്ന ആളുകളാണ് അല്ലെ, അതായത് ഇവിടെ ഒന്നും ഉള്ളതല്ല, എവിടുന്നോ വന്നതുപോലെ ചിന്തിക്കുകയാണ്. അതായതാണ് कार में बैठे हुए बड़े लोग उसे हिकारत से देखते हैं जैसे वह किसी दूसरी दुनिया से आया हुआ ആത്മീ ഹോ. അപ്പം ഈ രീതിയിൽ എന്താണ്? ഈ രീതിയിൽ നിങ്ങൾക്ക് എന്താണ്? സെയിം ആയിട്ട് വരുന്ന വാക്കുകൾ, വരികൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യം ഉണ്ടാകും. പഠിക്കാതെ പോകരുത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കിക്കേ. യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമർ ഭാഗത്തിൽ നിന്നും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് പഠിക്കാതെ പോകരുത്, കാരണം ഇതില്ലാത്ത ചോദ്യപേപ്പർ ഉണ്ടാവില്ലടാ. എന്താ ചോദ്യം? സർവനാമ പഹചാന. നിങ്ങൾ എന്താണ്? പ്രോനൗൺ, സർവനാമം കണ്ടുപിടിക്കുക. മുझे തുജ് പർ തുമാരി ഹംനെ. മുझे എന്ന് കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അതെന്താണ്? മേം ആണ്. മേം. മാ എന്ന് കണ്ടാൽ അത് മേം എന്ന് ഉറപ്പിക്കുക. അടുത്ത തുജ് പർ എന്ന് കാണുമ്പോൾ അതിലെന്താണ്? തൂ കാണുന്നില്ലേ നിങ്ങളെ മുന്നിൽ? തൂ തന്നെയാണ്. അടുത്തത് തുമാരി എന്ന് വരുന്ന സമയത്ത് എന്താണ്? തും എന്ന് നിങ്ങൾക്ക് അവിടെ വരുന്നില്ലേ? തും പ്ലസ് കി. ഓക്കെ, അപ്പൊ എന്താണ്? തുമാരി. അടുത്തത് ഹംനെ, അത് നിങ്ങൾക്ക് സുഖാണ്, അത് ഹമ്മാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ സർവനാമം കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടാകും. ഓക്കെ, ദെൻ അടുത്ത നോക്കടാ. സഹി രൂപ കോൺസാഹെ, അല്ലെങ്കിൽ ഈ രീതിയിൽ ചോദിക്കും. നമുക്ക് ഇതുപോലെ തരും, എന്നിട്ട് അതിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാൻ പറയും. നോക്കിക്കോ, വഹ് പ്ലസ് കോ ഉൻകോ, വഹ് പ്ലസ് കോ ഇസ്കെ, വഹ് പ്ലസ് കോ ഉസ്കോ, വഹ് പ്ലസ് കോ ഇൻകോ. ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്നാണ്
നമ്മളുടെ ചോദ്യം. അപ്പം അതെന്താണ്? വഹ് പ്ലസ് കോ ഉസ്കോ എന്നാണ്. ഈ രീതിയിലുള്ള ചോദ്യവും ഉണ്ടാവും. അപ്പൊ സർവനാമങ്ങൾ അറിയണം, വിഭക്തി പ്രത്യയം അറിയണം. സർവനാമം വിഭക്തി പ്രത്യയം കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റവും നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കൂ. പേടിക്കേണ്ട, വിഷമിക്കേണ്ട. അതിന്റെ സൊല്യൂഷൻ മിസ് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, യെസ്. അടുത്ത നോക്കടാ, മധുർ വചനിൽ നിന്നും അതുപോലെ നമ്മുടെ ദോഹയിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് മാച്ച് ദ ഫോളോയിങ് അല്ലെ, സഹി മിലാൻ കരെ എന്നുള്ള ആ ഒരു ചോദ്യം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് നോക്കിക്കേടാ. ബ്ലാക്ക് എവിടെ? യെസ്. ഓക്കെ, അപ്പൊ നോക്കിക്കോ. നമുക്ക് നമ്പർ കൊടുക്കാം. 1 2 3 4 5. ഓക്കെ, ആപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഭാവ്, സാധു, ശീതൾ, ശരീർ, അഹങ്കാർ. ഏതാണ്? ആപ്പ എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. അടുത്തത് തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ ശരീരമാണ്. അടുത്തത് സജ്ജൻ നല്ല ആളുകളല്ലേ, നല്ല ആളുകളാണ്. അടുത്തത് ശീതൾ എന്ന് പറഞ്ഞാൽ എന്താ? ശീതളാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ശീതൾ. ഇതാണ് 4. ഓക്കെ, ഇതാണ് സുഭ എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ്. ഇതാണ് 5. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമുക്കറിയാലോ ആ ദോഹയിലുള്ള വരികൾ അല്ലെ, ദോഹയിലുള്ള വേർഡ്സും നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സും തമ്മിൽ അർത്ഥം സെയിം ആണെങ്കിലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് വ്യത്യാസം തോന്നുന്ന വാക്കുകളാണ്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് കുഴപ്പത്തിലാക്കും. സോ ഈ ഒരു വേർഡ്സ് ഒക്കെ പഠിച്ചിട്ട് പോവാ. സിമ്പിൾ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഇത് 1 മാർക്കിനായിരിക്കും ചോദിക്കുക, 1 മാർക്കിന് ചിലപ്പം ചോദിക്കും, അല്ലെങ്കിൽ സമാനാർത്ഥി ശബ്ദ ആ രീതിയിലുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ 4 മാർക്കിനൊക്കെ സഹി മിലാൻ കരെ എന്ന രീതിയിലും വരും? ഈ ഒരു ചോദ്യം വരും. അതുകൊണ്ട് എന്റെ മക്കൾ എന്ത് ചെയ്യാ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പോവാം. ഓക്കെ, യെസ്. ദെൻ അടുത്ത ചോദ്യം നോക്കിക്കേ. വാക്യ പിരമിഡ് കീ പൂർത്തി കരെ. വാക്യ പിരമിഡ് നമ്മൾ നേരത്തെ പഠിച്ചു. വാക്യ വിസ്താർ കരെ അല്ലെ, അതുപോലെ തന്നെ ചോദിക്കും വാക്യ പിരമിഡ് അല്ലെ. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് വരാം. അപ്പൊ നമ്മൾ നേരത്തെ തന്നത് എന്താണ്? നമുക്ക് ഓൾറെഡി ബ്രാക്കറ്റിൽ തന്നത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് എഴുതാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ 2 സെന്റൻസ് തന്നിട്ടുണ്ട്. അപ്പം ഒരു ചാപ്റ്റർ A to Z കാര്യങ്ങൾ പഠിച്ച ആളുകൾക്ക് ഉറപ്പായിട്ടും ഇങ്ങനത്തെ സെന്റൻസ് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ചാപ്റ്ററിലുള്ള ഏതെങ്കിലും ഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ചോദ്യം വരിക. അപ്പൊ നമുക്ക് ആ കഥ അറിയുമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേർഡ്സ് കാണുന്ന സമയത്ത്, സെന്റൻസ് കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഫുൾ ചാപ്റ്റർ റിവിഷൻ എന്ന് പറഞ്ഞിട്ട് മിസ് ഇന്നലെ ഒരു ലൈവ് പോയിട്ടുണ്ട്. സോ നിങ്ങൾ ആ ലൈവ് ഒന്ന് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഓരോ ചാപ്റ്ററിലെയും മുഴുവൻ കാര്യങ്ങൾ A to Z കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെറിയ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ ആ വീഡിയോ ഒന്ന് പോയിട്ട് നിങ്ങൾ കാണണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന നോക്കണം. आदमी की सेवा की അടുത്തത് അമീർ ആദ്മി की सेवा की അല്ലേ. നമുക്ക് മനസ്സിലായ ചാപ്റ്റർ ഏതാണ്? ദില്ലി में ഉനീന്ദ. അടുത്തത് രാജാറാമിനെ അതുപോലെ 1.5 साल तक. അപ്പൊ ഏതാ വരിക നോക്കിക്കേ. 1.5 साल तक अमीर आदमी की सेवा की. ആര്? രാജാറാം എന്താ കുറേ വർഷങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു ധനികനായിട്ടുള്ള ദയാലുവായിട്ടുള്ള ഒരു പണക്കാരനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സേവനം നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് അവർ അങ്ങോട്ട് കൊണ്ടുവന്നു, ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അല്ലെ. ഒരുപാട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരാണ് എന്ത് ചെയ്യുന്നത്? ആ ഓട്ടോറിക്ഷ സമ്മാനമായി കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ മാർക്കൊന്നും എന്ത് ചെയ്യരുത് എന്റെ മക്കള് മിസ്സാക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ലേഖനമാണ്. നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ലേഖനം എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? ഷുവർ ആണ്. ബേഘരോं की समस्या विषय पर लघु लेख लिखे. എന്താ പറയുന്നത്? നമ്മുടെ വീടില്ലാത്ത ആ ഒരു പ്രശ്നമില്ലേ, വീടില്ലാത്തവരുടെ പ്രശ്നമില്ലേ? യെസ്, വീടില്ലായ്മ എന്ന പ്രശ്നത്തെ കുറിച്ചൊരു ലേഖനം തയ്യാറാക്കാൻ നമ്മളോട് ചോദിക്കും. അപ്പൊ നോക്കിക്കേ എങ്ങനെ എഴുതാ. हमारे
देश में कोई लोग बेघर है सॉरी कई लोग बेघर है നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മുടെ ദേശത്ത് രാജ്യത്ത് സമൂഹത്തിൽ ഒരുപാട് വീടില്ലാത്ത ആളുകളുണ്ട് बेघरों की समस्या वास्तव में सरकार की समस्या है അത് സർക്കാരാണ് എന്ത് ചെയ്യേണ്ടത് അത് സർക്കാരിന്റെ പ്രശ്നമാണ് അവരാണ് ഇതൊക്കെ എന്ത് ചെയ്യേണ്ടത് യെസ് ഇല്ലാതാക്കേണ്ടത് जिनके पास अपना घर है ആരുടെ അടുത്താണോ വീട് അതായത് ആർക്കാണോ സ്വന്തമായി വീടുള്ളത് വേ बेघर लोगों की दुर्दशा को नहीं समझते അങ്ങനെയുള്ളവർക്ക് എന്തറിയില്ല സ്വന്തം വീടല്ലേ സ്വന്തം വീടില്ലാത്തവരുടെ വിഷമം വീടുള്ളവർക്ക് മനസ്സിലാവില്ല घर मनुष्य की बुनियादी जरूरतों में एक है അപ്പൊ എന്താ പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് എന്താ ഈ വീട് എന്ന് പറയുന്നത് ये कहना समाज के लिए अपमान है कि हमारे कुछ भाइयों को सड़क के किनारे सोना पड़ रहा है ये कहना समाज के लिए अपमान है कि ഇത് പറയുന്നത് തന്നെ ഒരു അപമാനമാണ് എന്താ हमारे कुछ भाइयों को നമ്മുടെ കുറെ സഹോദരന്മാർ എന്ത് ചെയ്യുന്നുണ്ട് സടക്ക് കെ കിനാരെ സോന പड़ रहा है റോഡിന്റെ തീരല്ലേ റോഡിന്റെ അരികിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കിടന്നുറങ്ങുന്നുണ്ട് then इन लोगों को अपने जीवन में कई गोपनीयता नहीं होगी അവർക്ക് യാതൊരു പ്രതീക്ഷകളോ അല്ലെങ്കിൽ സുഖങ്ങളോ സൗഭാഗ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല उनका जीवन अव्यवस्थित हो जाता है किसी न किसी तरह इस समस्या का समाधान शीघ्र ही करना चाहिए അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഈ പ്രശ്നം പെട്ടെന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തണം हमारी सरकार तथा हर नागरिक को इस दिशा में प्रयत्न करना होगा അതിനെന്ത് ചെയ്യണം നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അല്ലേ എല്ലാവരും എന്ത് ചെയ്യണം ഓരോ പൗരന്മാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം സോ അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചോ നാളത്തെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും ഓക്കെ പക്ഷെ ഇതിൽ കുറെ ഗ്രാമർ ഭാഗങ്ങൾ പറയുന്നുണ്ട് ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആൻസേഴ്സ് ഒന്നും കൂടി സിമ്പിൾ ആക്കി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും അല്ലെ യെസ് അങ്ങനെയുള്ള ആളുകൾക്ക് ഇതേ ഒരു സൊല്യൂഷൻ ആയിട്ട് മിസ് കറക്റ്റ് 5 മണിക്ക് ഇന്നൊരു ലൈവ് വരുന്നുണ്ട് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുള്ള മുഴുവൻ ചാപ്റ്റേഴ്സിലെയും ഷുവർ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ എല്ലാവരും കറക്റ്റ് 5 മണിക്ക് മാക്സിമം ഫ്രണ്ട്സിനെ വിളിച്ചു പോര് നമുക്ക് അടിപൊളിയാക്കി നാളത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആവാം ഓക്കെ അപ്പൊ ഈ വീഡിയോ എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പഠിക്കാതെ പോകരുത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് 30-ൽ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധനം ദാ മിസ് തന്നിട്ടുണ്ട് യെസ് ദെൻ ഇനിയും സിമ്പിൾ ആക്കി തരാനാണ് ഞാൻ 5 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റ് ലൈവിന് പോരുക നമുക്ക് അടിപൊളിയാക്കി പഠിക്കാം യെസ് ദെൻ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടാൻ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ദെൻ ഇതുപോലത്തെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ